ഹേയ് ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളൊരു ചെറിയൊരു ചിലവിന് വേണ്ടി പോവുകയാണ് നമ്മുടെ മൺകുടം ഷാപ്പിൽ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് നൈസായിട്ടൊന്ന് ഫുഡ് അടിക്കാമല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനൊരു ടീമിനെ കാത്ത് നമ്മുടെ ഏരിയയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ നേരെ മൺകുടം ഷാപ്പിലേക്ക്. അപ്പോൾ ഈ പോകുന്നവരെയാണ് നമ്മളവിടെ കാത്തു നിന്നിരുന്നത്. അങ്ങനെ അധികം പോസ്റ്റില്ലാതെ അവരും എത്തിയായിരുന്നു. പിന്നെ നമ്മൾ കായംകുളത്തേക്ക് കയറിയായിരുന്നു. കായംകുളത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഷോട്ട് എടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ വന്ദേ ഭാരത് ഓവർ ബ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് കൂടെ പോകുന്നു. അങ്ങനെ അതിൻ്റെ കുറച്ച് ഷോട്ടും എടുത്ത് അങ്ങനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് വീഡിയോസും എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പുറകെ വന്നവരെ കുറച്ച് നേരമായിട്ട് കാണുന്നില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് കൂടെ ഗ്ലാസ്സിൽ കൂടെ അവരെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവരെ കാത്തിട്ട് രണ്ടാംകുറ്റി സിഗ്നലിൻ്റെ അവിടെ നിന്നു. അങ്ങനെ അവർ വന്ന് റീജോയിൻ ചെയ്തു. പിന്നെ അവരറിയാതെ അവരുടെ കുറച്ച് ഷോട്ട്സൊക്കെ എടുത്തിട്ട് നമ്മൾ മുമ്പ് പിന്നെ അവരെ ഓവർടേക്ക് ചെയ്ത് പോയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ മൺകുട ഷാപ്പിൻ്റെ ഫ്രണ്ടിലെത്തി. ഈ കാണുന്നതാണ് നമ്മുടെ മൺകുട ഷാപ്പ്. അതായത് നമ്മളെ കാത്ത് അവിടെ രണ്ടുപേരും ഇപ്പോൾ ഉണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കായംകുളം റൂട്ടും ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാവേലിക്കര റൂട്ടുമാണ്. അപ്പോൾ എൻ്റെ പുറകെ വന്നവരതേ ഇവരിങ്ങ് എത്തിക്കഴിഞ്ഞു. അങ്ങനെ കുറച്ച് നേരം നമ്മളെ കാത്ത് കുറച്ച് രണ്ടുപേരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം രതീശൻ. അങ്ങനെ ഞങ്ങൾ വണ്ടിയെല്ലാം അവിടെ പാർക്ക് ചെയ്തു. അവിടെ നിന്ന് നൈസായിട്ട് അകത്തേക്ക് കയറി. അവിടെ അകത്തേക്കൊന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ താഴെ മുകളിലുമായിട്ട് ഹട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുകളിലിരിക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ അവരോരോരുത്തരായിട്ട് മുകളിലേക്ക് അങ്ങ് കയറി. പിന്നീട് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പോട് തന്നെയാണ് സ്ഥലങ്ങളൊക്കെ തന്നെ. നമുക്ക് ഇരിക്കാനുള്ള ഹട്ടാണേലും അത്യാവശ്യം ഒരു 6 പേര് വന്നു കഴിഞ്ഞാൽ മുകളിൽ ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഫാമിലിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ മെനു കാർഡെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ വേണം, ഏതൊക്കെ വേണം, നമ്മുടെ വില വിവര എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ നേരെ അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു മുന്തിരിക്കള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂടെ മുന്തിരിക്കള്ള് വന്നു. അങ്ങനെ ഇവരാരും അധികം കഴിക്കത്തില്ല. ഞാൻ പിന്നെ നമ്മൾ കള്ളായതുകൊണ്ട് നാടൻ കള്ളും കാര്യവും പിന്നെ മുന്തിരിക്കള്ളല്ലേ അങ്ങനെ കുടിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇവർ ഈ കുടത്തിൽ തന്നെ മൺകുടമെന്നും പറഞ്ഞ് കുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞാൻ ഗ്ലാസ്സിലേക്ക് ഇതെല്ലാം പകർത്തി. ആദ്യമേ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് പിടിച്ച്. അപ്പോൾ അവരെല്ലാവരും നൈസായിട്ട് പറഞ്ഞു അത്രയും കനമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നൈസായിട്ടൊരു പുഞ്ചിരിയൊക്കെ വിടർത്തി നൈസായിട്ട് ഞാൻ എല്ലാവർക്കും ഗ്ലാസ്സിലേക്ക്, എല്ലാവരും അല്ല കേട്ടോ, 2 പേർക്ക്. അങ്ങനെ ഞാൻ 2 ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ പകർത്തി. പക്ഷെ സാധനം കൊള്ളായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഓരോന്നായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം വന്നു. നമ്മുടെ മേശയിലേക്ക് ഓരോന്നോരോന്നായിട്ട് നിരത്താൻ തുടങ്ങി. അങ്ങനെ നിരത്തിയപ്പോഴേ നമ്മളെല്ലാം ഓരോന്നെടുത്ത് സൈഡിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആവശ്യാനുസൃതം എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തർ പറഞ്ഞ രീതിയിലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു. അങ്ങനെ എല്ലാം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു. എല്ലാം ഫ്രണ്ടിൽ വന്നിരുന്ന അത്യാവശ്യം നൈസ് സാധനങ്ങൾ തന്നെ ആയിരുന്നു ഫുഡെല്ലാം തന്നെ. നമ്മളങ്ങനെ എല്ലാം എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുത്തു, ഷെയർ ചെയ്തു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് നമ്മൾ രണ്ടാമത് പാൽക്കപ്പ എന്ന് പറയുന്നൊരു ഐറ്റം കൂടെ ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബില്ലിങ് എത്തിയായിരുന്നു. ബില്ല് അത്യാവശ്യം ബഡ്ജറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ബില്ലൊക്കെ കൊടുത്തു. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടിൻ്റെ വീട് വരുന്ന കയറിയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ ഷോട്ടൊന്നും അധികം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.